ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു മിനി ഗ്രീറ്റിംഗ് കാർഡ് മേക്കിംഗ് വീഡിയോ ആയിട്ടാണ്. അതിന് നമുക്ക് വേണ്ടത് ഒരു ചാർട്ട് പേപ്പറാണ്. ഇതിൻ്റെ ശരിക്കും ചാർട്ടല്ല, പക്ഷേ കുറച്ച് കൂടെ കട്ടിയുള്ളൊരു പേപ്പറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കത് ഹാഫാക്കി രണ്ടാക്കി മടക്കണം. ഇതുപോലെ രണ്ട് സൈഡിലും ഒരുപോലെ ഗ്യാപ്പിൽ ഹാഫാക്കി മടക്കണം. എന്നിട്ട് ഒരു കത്രിക വെച്ചിട്ട് ഒരു സൈഡിൽ ചെരിഞ്ഞ വിധത്തിൽ വെട്ടണം. വീഡിയോയിൽ കാണുന്ന പോലെ കട്ട് ചെയ്ത് എന്നിട്ട് അത് ഉള്ളിലോട്ടൊന്ന് മടക്കി വെക്കണം. വീഡിയോയിൽ കാണുന്നത് പോലെ ഉള്ളിലോട്ട് മടക്കി വെച്ചിട്ട് നന്നായി പ്രസ് ചെയ്യണം. നന്നായി പ്രസ് ചെയ്തതിന് ശേഷം നമ്മളത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിങ്ങനെ ഒരു കോണായിട്ട് കാണും. ഇത് എന്തിനാന്ന് വെച്ചാൽ ഇതിപ്പോൾ ഒരു കോണായിട്ട് കാണും. എന്നിട്ട് ആ ഒരു കോണ് അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ പെന്നിൽ മഷിയില്ല ഗൈസ്. വാട്ടവർ, മഷിയുള്ളൊരു പെന്ന് കിട്ടി. എന്നിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ ഒരു കണ്ണ് വരച്ചു കൊടുക്കണം. അങ്ങനെ ഒരു ചെറിയൊരു സർക്കിൾ, അതിൻ്റെ ഉള്ളിൽ വേറൊരു കുഞ്ഞു സർക്കിൾ വെക്കുക. എന്നിട്ട് ആ കുഞ്ഞു സർക്കിളിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക. അത് ഒരു കണ്ണ് ഫോമിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കണ്ണ് വരക്കാം. ഞാനിങ്ങനെ വരച്ചത്. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് ലാഷസ് വരച്ച് കൊടുക്കാം, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. രണ്ട് സൈഡിലും, രണ്ട് കണ്ണിൻ്റെ സൈഡിലും. അതിന് ശേഷം ഒരു കളർ എടുത്ത് നമുക്ക് ആ കോണുള്ള സൈഡിൽ നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കണം. എൻ്റെ അടുത്ത് കളറില്ല ഗൈസ്, നല്ല കളറില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ അടുത്തുള്ള കളറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് മറ്റേ മാർക്കർ പെൻസ് ഉണ്ടാവുമല്ലോ, കളർ പെൻസ്, അത് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയിൽ കിട്ടും. അപ്പോൾ എൻ്റെ കളറില്ലാത്തത് കൊണ്ട് ഞാൻ ഉള്ളൊരു കളർ വെച്ചിട്ടാണ് കളർ ചെയ്തിട്ടുള്ളത്. ശരിക്കും അത് നമുക്ക് നല്ലൊരു റെഡ് കളറുണ്ട്, മാർക്കർ പെന്നിൻ്റെ റെഡ് കളർ, അത് വെച്ചിട്ടാണ് ഇത് ചെയ്യേണ്ടത്. എനിക്കിപ്പോൾ കുറേ തിരഞ്ഞ് വേറൊരു കളറും കൂടി കിട്ടി ഗൈസ്. അപ്പോൾ ഞാൻ ആ ഒരു കളറും കൂടി ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. എന്നാലും ഭംഗിയില്ല. പക്ഷെ നിങ്ങൾ ചെയ്യുമ്പോൾ ആ ഒരു മാർക്കർ പെന്നില്ലേ, ആ ഒരു കളർ വെച്ചിട്ട് ചെയ്യണം. എന്നിട്ട് നമ്മൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ സൈഡിൽ കൂടെ എന്തെങ്കിലും ഡിസൈൻ ചെയ്യാം. ഇതിൻ്റെ എല്ലാ സൈഡിലൂടെയും, മെയിൻ പേജിൻ്റെ എല്ലാ സൈഡിലൂടെയും നമുക്ക് ഇഷ്ടമുള്ള പോലെ ഡിസൈൻ ചെയ്യാം. ഞാനിപ്പോൾ ജസ്റ്റ് ഇങ്ങനെ സാധാ നമ്മൾ ചെറുപ്പം തൊട്ടേ ചെയ്യുന്ന ഒരു ഡിസൈനാണിത്. നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ചെയ്യുന്നുണ്ടോ എനിക്കറിയില്ല, പക്ഷെ എൻ്റെ കുഞ്ഞിലുള്ള ഒരു ഡിസൈൻ സ്റ്റൈലാണിത്. ഇത് പിന്നെയാണ് ഗൈസ്, നമ്മൾ തീ കൊണ്ടുള്ള കുറച്ച് പരിപാടി ചെയ്യുന്നുണ്ട്. കുട്ടികളാരും ഇത് അനുകരിക്കരുത്. ഇത് നമ്മൾ ജസ്റ്റ് ഒരു പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മളതിൻ്റെ അറ്റം ചെറുതായിട്ട് ഒരു ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ജസ്റ്റ് കത്തിയ പോലെ രീതിയിലാക്കണം. പിന്നെ ഞാൻ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചൊരു പേപ്പറുണ്ട്. ആ പേപ്പറിൽ ടു മൈ ഡിയറസ്റ്റ് ഫ്രണ്ട് എന്ന് എഴുതിയിട്ടുണ്ട്, അത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയൊരു ഫ്ലവർ ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടമുള്ള കാര്യങ്ങൾ ഒട്ടിച്ചു കൊടുക്കാം. സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ഗ്ലിറ്ററിങ് പേപ്പേഴ്സ് ഒട്ടിച്ചു കൊടുക്കാം. പേപ്പേഴ്സ് വാങ്ങാൻ കിട്ടും, പ്രിൻറ്റഡ് പേപ്പേഴ്സ് കിട്ടും, അതൊക്കെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ ഞാൻ നേരത്തെ എടുത്തു വെച്ച മറ്റേ ഒരു ഫ്രെയിം ചെയ്ത് വെച്ച പേപ്പറും കൂടെ ഞാൻ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് അതിൻ്റെ ഉള്ളിലോട്ട് കിടക്കാം. ഉള്ളിലോട്ട് നമ്മൾക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇഷ്ടപ്പെട്ട സ്റ്റിക്കേഴ്സ് ആഡ് ചെയ്യാം, എന്തെങ്കിലും ഷേപ്പ് കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്യാം, പ്രിൻറ്റിങ് പേപ്പേഴ്സ് ആഡ് ചെയ്യാം, എല്ലാം ആഡ് ചെയ്യാം. പക്ഷേ എൻ്റെ അടുത്ത് അൺഫോർച്ചുനേറ്റ്ലി വക സംഭവങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇത് ഇനി എല്ലാതും വാങ്ങിയിട്ട്
നല്ലൊരു വീഡിയോ ആക്കിയിട്ട് ഞാൻ ഇതേപോലെ വേറൊരു സ്റ്റൈലിലുള്ള ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടാക്കാൻ നോക്കും. അപ്പോൾ ഇത്രേ ഉള്ളൂ. പിന്നെയും തീ കൊണ്ടുള്ള കളിയാണ്, ആരും അനുകരിക്കരുത്, ഞാൻ ഇത് ഏതൊരു ഫിലിമിൽ പറഞ്ഞ പോലെ ഒരൊറ്റ വെട്ടാണ് തോന്നുന്ന ഫിലിം. ഇങ്ങനെ ഈ തീപ്പെട്ടി കത്തിക്കൊള്ളും, സിഗരറ്റ് വലിക്കാൻ വേണ്ടി തീപ്പെട്ടി കത്തിയിട്ട് ആ കടക്കാരൻ പറയുന്ന ഒരു ഡയലോഗാണിത്. ഫണ്ണി. ഓക്കെ, വാട്ടെവർ, നമുക്ക് കം ടു ദ പോയിന്റ്. ഈ പേപ്പേഴ്സ് നമുക്ക് ഒട്ടിച്ച് കൊടുക്കാം. ഫ്ലെയിമിൽ നമ്മൾ സൈഡിലൂടെ ഒരു ഡിസൈനായിട്ട് കത്തിച്ച പേപ്പേഴ്സ് നമുക്ക് ഒട്ടിച്ച് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഞാനതിലൊരു റൈറ്റിംഗ് എഴുതാനാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, കളർ ചെയ്യാം, എന്തെങ്കിലും ചിത്രങ്ങൾ വരക്കാം, സ്റ്റിക്കേഴ്സ് ഇടാം. പക്ഷെ ഞാനിതിൽ പിന്നെ ഒരു പേപ്പർ, ഈ കളർ ചേഞ്ചുള്ള പേപ്പർ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു കോഫി ആഡ് ചെയ്തിട്ടുണ്ട്. കോഫിയിൽ നമ്മൾ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് നമ്മൾ സാധാ പേപ്പർ ഉണ്ടല്ലോ, നോട്ട്ബുക്ക് പേപ്പർ, അതൊക്കെ ഡിപ്പ് ചെയ്ത് വെച്ച് കുറച്ച് നേരം ഡിപ്പ് ചെയ്തിട്ട് അതിൽ നിന്ന് എടുത്ത് ഉണക്കിയ പേപ്പേഴ്സാണിത്. അപ്പോൾ ഈ പേപ്പേഴ്സ് നമുക്ക് ഇതിൽ ആഡ് ചെയ്യാം. ഇതിൽ ആഡ് ചെയ്തിട്ട് ഒട്ടിച്ച് വെച്ച് അതിൻ്റെ മുകളിലാണ് നമ്മൾ ഒരു ലെറ്റർ എഴുതുന്നത്. അങ്ങനെ ഞാൻ ലെറ്റർ എഴുതുകയാണ് ഗൈസ്. ഒരിക്കലും ഞാൻ എൻ്റെ ഉള്ളിൽ നിന്ന് എഴുതണതല്ല, ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്തു ഫ്രണ്ട്ഷിപ്പ് കോട്ട്സ് എന്ന് പറഞ്ഞിട്ട്. ആ കോട്ട്സ് അത് ഇതേപോലെ ഇത് റൈറ്റിംഗ് ആയിട്ട് ഞാൻ എഴുതാണ്. എല്ലാവരും അങ്ങനെ തന്നെ ആവില്ലേ? ചിലത് മാത്രമേ നമ്മൾ ഇത് ജസ്റ്റ് ഞാനൊരു വീഡിയോക്ക് വേണ്ടിയിട്ട് എഴുതുന്നതുകൊണ്ട് ഇങ്ങനെ ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്ത് ഫ്രണ്ട്ഷിപ്പ് കോട്ട്സ് എന്ന് സെർച്ച് ചെയ്ത് അതിൽ നിന്ന് കിട്ടിയ ഒരു കോട്ടാണ് ഞാനിവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു ലവ് സിമ്പിളും വെക്കുന്നുണ്ട്. അത് ഇല്ലാത്ത കളിയില്ല. ഫ്രണ്ട്ഷിപ്പ്, റിലേഷൻഷിപ്പ്, അങ്ങനത്തെ എല്ലാ സംഭവത്തിലും നമുക്ക് ലവ് സിമ്പിൾ ആഡ് ചെയ്യാം. അത് മെയിനാണ്. എവറി റിലേഷൻഷിപ്സ് മെയിനായിട്ടുള്ള ഒരു സംഭവമാണത്. ഇനി ഞാൻ കുറച്ച് അലങ്കോല പരിപാടികൾ ചെയ്യുന്നുണ്ട്. കുറച്ച് ബട്ടർഫ്ലൈസ് വരക്കുന്നുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ പെന്നിൽ മഷിയില്ലാത്ത പെന്ന് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇറങ്ങിത്തിരിക്കുമ്പോൾ നല്ല മഷിയൊക്കെ ഉള്ള പെന്ന് കൊണ്ട് നിങ്ങൾ വരണം. കാരണം വെറും ടൈം കൺസ്യൂമിങ് ആണ് ഈ മഷിയില്ലാത്ത പെന്ന് വെച്ചൊക്കെ ചെയ്യുന്നത്. എന്നാലും ഞാൻ ഫൈനലി കുറച്ച് പൂമ്പാറ്റകളൊക്കെ ആഡ് ചെയ്ത് അലങ്കോലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം.